സോ ഹേ ഗായ്സ്, അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയായിട്ട് ഇന്ന് തുടരും സിനിമ കാണാൻ പോവുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. സിനിമ റിലീസായ ഡേ തൊട്ട് തന്നെ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും കാണാനിടയായത്. ബട്ട് അതിനു മുമ്പേ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയ ടൈമിൽ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കിതൊരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ തിയേറ്റർ റെസ്പോൺസിലും കൂടുതലും പേരും പറയുന്നത് ഇതിൽ കുറച്ച് വയലൻസ് ഉണ്ട്, ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെയാണ്. എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് മോഹൻലാലിൻ്റെ ഈ സിനിമയിലെ പെർഫോമൻസിനെ കുറിച്ചാണ്. അതേപോലെ തന്നെ ഇതിലെ വില്ലനും നല്ല സൂപ്പറായിട്ടുണ്ടെന്ന് കേട്ടു. എന്തായാലും ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സിനിമ കാണാനുള്ള ആഗ്രഹം ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഫാമിലിയിൽ ബാക്കി 2 മെമ്പേഴ്സും ഒരുങ്ങി തീർന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് പോയി നോക്കിയേക്കാം. അമ്മ റെഡിയായിട്ടുണ്ട്. ബട്ട് അമ്മയുടെ കൊച്ചുമോള് ഇപ്പോഴും റെഡിയായി തുടങ്ങിയിട്ടില്ല. 2:30-ക്കുള്ള ഷോയ്ക്കാണ് കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. സമയം ഏതാണ്ട് 1:30 കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് താമസിച്ച് പോയാൽ എന്താ, പ്രേതം പിടിക്കുമോ എന്നാണ് അവളുടെ ചോദ്യം. ഇപ്പോൾ അയാൾ ഒരുങ്ങിക്കഴിഞ്ഞു. പക്ഷെ അമ്മാമ്മയെ നോക്കിയപ്പോൾ അമ്മാമ്മ ഒരുങ്ങിയത് അത്ര പോരാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മാമ്മയെ ഒരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അമ്മാമ്മയെ ഒരുക്കി ഒരു വഴിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി സുന്ദരികളായിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ വീട് കാവൽക്കാരനായ പ്ലൂട്ടോയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചേക്കുകയാണ്. പ്ലൂട്ടോയാണ് ഞങ്ങളില്ലാത്ത സമയം ഈ വീട് നോക്കുന്നത്. ഇനി തിരിച്ചു വരുമ്പോൾ അറിയാം ഈ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. നമ്മൾ കൊല്ലത്തുള്ള പ്രണവം തിയേറ്ററിലാണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഇന്നലെയാണ് ഈ സിനിമ കാണാൻ പോകാനിരുന്നത്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോഴാണ് ഇന്നലെ സൺഡേ ആയിരുന്നു, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോഴും ഈവനിങ് വരെയുള്ള ഷോസൊക്കെ ഫുള്ളി ബുക്ക്ഡാണ്. അതുകൊണ്ട് ഇന്ന് മൺഡേ ആണ്. ഇന്നത്തേക്ക് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നമ്മൾ തിയേറ്ററിലെത്തുമ്പോഴും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മൺഡേ ആണ്, പിന്നെ ഉച്ചയ്ക്കത്തെ ഷോ ആണ്, അതുകൊണ്ടായിരിക്കും. പിന്നെ റിവ്യൂസിലൊക്കെ ഇതിൻ്റെ ആ ഇൻട്രോ മോഹൻലാലിൻ്റെ പേര് എഴുതി കാണിക്കുന്നതിനെയൊക്കെ കുറിച്ചൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സൂപ്പറാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഇനി സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആയിട്ട് തോന്നും. അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ഫുള്ള് കഥയുടെ ഒരു ബിൽഡപ്പാണ്. മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടറും പിന്നെ അവരുടെ ഫാമിലി മൊമെൻറ്റ്സ്, അതിൻ്റെ ഡൈനാമിക്, അതൊക്കെയാണ് കാണിക്കുന്നത്. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫസ്റ്റ് ഹാഫ് എൻഡിലോട്ടൊക്കെ വരുമ്പോഴേക്കും ശരിക്കും അവിടെ എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഭവം നടക്കാൻ പോവുകയാണെന്നുള്ളൊരു ആകാംക്ഷ, ഇനി അടുത്ത് എന്ത് സംഭവിക്കുമെന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. ഏതായാലും സിനിമ നല്ല സൂപ്പറായിരുന്നു. നമ്മൾ സിനിമ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. പ്ലൂട്ടോയ്ക്ക് നമ്മളെ കണ്ടപ്പോൾ ഒരുപാട് സമാധാനമായി. നമ്മുടെ വീടിനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പ്ലൂട്ടോ അവൻ്റെ ഡ്യൂട്ടി ശരിക്കും നല്ലപോലെ നോക്കിയിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം. എനിക്ക് സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മൂനോ? അമ്മൂ തംസ്. പക്ഷെ വയലൻസ് കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് അമ്മു പറയുന്നത്. ചോര ഒട്ടും കാണിക്കുന്നില്ല. അതായിരുന്നു അമ്മൂനുള്ളൊരു പ്രശ്നം. സിനിമയെക്കുറിച്ച് അമ്മുവിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇല്ലേ അമ്മു? അതർവൈസ് ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈറ്റ് സീനൊക്കെ വളരെ കിടുവായിരുന്നു. സോ തംസ് അപ്പ്. നെക്സ്റ്റ് മൂവി. ബൈ.